നിങ്ങളുടെ ചാനലിൽ ചെറിയ തോതിലാണ് 10-50 വ്യൂസ് ആണ് ഈ ഒരു തെറ്റ് ചെയ്യുന്നത്. നമുക്ക് 500-1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞ് മറ്റൊന്നാണ് വൈറ്റി സ്റ്റുഡിയോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ സമയത്ത് എല്ലാവരുടെ ഒരു പ്രശ്നവും പൊതുവേ എനിക്ക് വരുന്ന കമന്റ്സ് എന്ന് പറയുന്നത് വ്യൂസ് ഡൗണിനെ പറ്റിയാണ്. ഇപ്പോൾ വലിയ ക്രിയേറ്റേഴ്സ് മുതൽ ചെറിയ ക്രിയേറ്റേഴ്സ് വരെയുള്ള ആൾക്കാർക്ക് പൊതുവേ വ്യൂസ് കുറച്ച് കുറവാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിൽ ചെറിയ തോതിലാണ് വ്യൂസ് കുറവാകുന്നത് എന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ മിക്ക ക്രിയേറ്റേഴ്സിനും വ്യൂസ് പൊതുവേ ചെറിയ തോതിൽ കുറവാണ്. പക്ഷേ നമുക്ക് 500 വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 10-50 വ്യൂസ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറവാണ് എങ്കിൽ അത് ചെക്ക് ചെയ്ത് എങ്ങനെ നമ്മുടെ വ്യൂസ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. നിങ്ങളുടെ ചാനലിൽ വ്യൂസ് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടാവും. പ്രോപ്പറായിട്ട് നിങ്ങളുടെ ചാനലിൽ ഒരേ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ചെയ്യുന്നുണ്ടാവില്ല. കൂടുതലായിട്ടും പുതുതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സാണ് ഈ ഒരു തെറ്റ് ചെയ്യുന്നത്. ഞാനും എൻ്റെ ചാനൽ ആദ്യം തുടങ്ങിയ സമയത്ത് ഈ ഒരു തെറ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളുടെ ചാനലിൽ പല തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇന്നൊരു ഡാൻസ് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നാളെ അതൊരു കുക്കിംഗ് വീഡിയോ ആവും, പിന്നെ അതൊരു ട്രാവലിംഗ് വീഡിയോ ആവും. കാരണം നമ്മൾ 10-100 വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് സർവ്വസാധാരണമാണ്. നമുക്ക് ഇതെല്ലാം പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമേ ഏതിനാണ് വ്യൂസ് കൂടുതൽ കിട്ടുന്നത് എന്ന് അറിയാനും കഴിയുള്ളൂ. പക്ഷെ ചാനൽ തുടങ്ങി ഒരു 5-6 മാസമായി നമുക്ക് 500-1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞ് നമ്മൾ ഒരേ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മിക്സ് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ റീച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് കുറയാനും സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ ആണോ അത് കാണാനായിരിക്കും താല്പര്യം. അതിനിടയിൽ നമ്മുടെ അതേ കാറ്റഗറിയിൽ പെടാത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അവർ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുവഴി നമ്മുടെ ചാനലിന്റെ റീച്ച് കുറയും, നമുക്ക് കിട്ടുന്ന വ്യൂസ് ഡൗൺ ആവാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ആണോ അപ്ലോഡ് ചെയ്യുന്നത് തുടർന്നും അതുപോലുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് വൈറ്റി സ്റ്റുഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽസിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ കാണാനായിട്ട് കഴിയും. നമ്മുടെ ചാനലിൽ എന്താണ് ശരിയാക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്ക് എന്താണ് വർക്ക് ആവുന്നത് എന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് വൈറ്റി സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിൽ എത്ര പേര് വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സിൽ പോയിട്ട് അനലിറ്റിക്സ് ചെക്ക് ചെയ്യാറുണ്ട്? നമ്മൾ പലരും അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് അറിയാവുന്ന യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് വ്യൂസ് കുറവാണ്, ഞാൻ അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്താലാണ് എനിക്ക് വ്യൂസ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കാറാണ് കൂടുതലും പതിവ്. എന്നാൽ അങ്ങനെ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നമ്മുടെ അനലിറ്റിക്സിൽ പോയി ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ഞാനിവിടെ ഇപ്പോൾ കാണിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ചെയ്ത് അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓഡിയൻസ് എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം റിട്ടേണിംഗ് വ്യൂവേഴ്സ്, യുണീക്ക് വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, ഇങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ കാണാനായിട്ട് കഴിയും. ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാനായിട്ട് കഴിയും വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ്. ഇത് നമുക്ക് നമ്മുടെ ചാനലിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടാബാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വ്യൂവേഴ്സ് ഏതൊക്കെ ടൈമിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ കുറച്ച് ഡാർക്ക് ലൈന് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ ലൈനിൽ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഏത് ടൈമിലാണോ ആ ഒരു ടൈമിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ കാണിച്ചത് എൻ്റെ ചാനലിൽ ഏതൊക്കെ ടൈമിലാണോ വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ളത് ആ ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതുപോലെ ചെക്ക്
ചെക്ക് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ഏതൊക്കെ ടൈമിലാണ് വ്യൂവേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ളത് എന്ന് ആദ്യം കണ്ടുപിടിക്കുക. ആ ഒരു ടൈം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി നമ്മുടെ വ്യൂവേഴ്സ് കൂടുകയും യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കൂട്ടിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും. ഇനി മുകളിലേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ മറ്റ് പല ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് കഴിയും ചാനൽ ദാറ്റ് യുവർ ഓഡിയൻസ് വാച്ചസ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ചാനലിൽ വാച്ച് ചെയ്യുന്ന വ്യൂവേഴ്സ് മറ്റ് ഏതൊക്കെ ചാനലാണോ വാച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് കഴിയും. ഇത് മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ വ്യൂവേഴ്സ് കാണുന്ന മറ്റ് ചാനലുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ആണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിൽ നിന്നും അവർ ചെയ്യുന്ന വീഡിയോസൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നും ഐഡിയാസ് ഒക്കെ ഉൾക്കൊണ്ട് നമ്മളുടേതായിട്ടുള്ള മാറ്റങ്ങളും വരുത്തി നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ എളുപ്പത്തിൽ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് നല്ല നല്ല കണ്ടന്റുകൾ സെലക്ട് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ റീച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ അതുവഴി നമുക്ക് കൂട്ടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.